സോ നമ്മളിന്ന് നോക്കുന്നത് ഡേ 4ൻ്റെ ആദ്യത്തെ ടാസ്ക്കാണ്. മെയിൽ വന്നേക്കുന്നത് ഓപ്പൺ ചെയ്യുക, കോപ്പി ചെയ്യാൻ എടുത്ത് കൊടുക്കുക. ശേഷം ഗൂഗിൾ സ്റ്റുഡിയോയിൽ ഓൾറെഡി നമ്മൾ കീ ഒക്കെ API കീ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് സീക്രറ്റ്സ് എടുക്കുക, ആഡ് സീക്രറ്റ് കൊടുക്കുക. വാല്യൂൻ്റെ അവിടെ ആ കീ കോപ്പി ചെയ്യുക. ടേബിളിനകത്ത് ഗൂഗിൾ API കീ പണ്ട് ചെയ്ത പോലെ തന്നെ ഈ ടിക്ക് ബട്ടൺ എനേബിൾ ചെയ്യുക. അതിനുശേഷം API കീ ഇമ്പോർട്ട് ചെയ്യുക. ഇനി ഇപ്പോൾ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ശേഷം ലോഗിൻ ചെയ്യുന്ന പോളിസി കൺഫിഗർ ആയി. ഇനി പ്രോക്സിൻ്റെ ആണെങ്കിലും കൺഫിഗർ ചെയ്യുക. ശേഷം ADK ക്രിയേറ്റ് ഫംഗ്ഷൻ റൺ ചെയ്യുക. അതൊക്കെ പൈത്തൺ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്ക്രിപ്റ്റ് റൺ ചെയ്യുക. റൺ ആയിട്ടുണ്ട്. ഇനി ഏജൻറ്റ് റൺ ചെയ്യാൻ പോവാണ് നമ്മൾ. അതിനിപ്പോൾ URL ജനറേറ്റ് ആവും. ഇപ്പോൾ ഈ URL ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ വരില്ല, കാരണം നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അടുത്ത കമാൻഡ്, അതായത് സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ മോഡൽ വർക്ക് ആവുന്നുണ്ടാവും. ഇതിപ്പോൾ ഒരു റിസർച്ച് മോഡലാണ്, റൺ ആയിട്ടില്ല. ഇവിടെ കാണിക്കും. ഓക്കെ, ഇപ്പോൾ റൺ ആയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ മോഡൽ റൺ ആയിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് കൊടുത്താലും അപ്പുറത്തെ ലോഗ്സിനകത്ത് വരികയും ചെയ്യും. ഉദാഹരണം ഇതാ, നമ്മളിപ്പോൾ ഹൈ കൊടുത്തതും ഹലോ കൊടുത്തതും എല്ലാം അതിൻ്റെ റെസ്പോൺസും എല്ലാ കാര്യങ്ങളും ഇവിടെ ലോഗ്സിൽ വരും. ഇതിപ്പോൾ ഒരു റിസർച്ച് പേപ്പറിൻ്റെ കൊണ്ടുതരാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ്. റിസർച്ച് സംബന്ധമായി എന്ത് പറഞ്ഞാലും ആ മോഡൽ ഇത് ജേണൽ പേപ്പറൊക്കെ എടുത്ത് തരാൻ പറഞ്ഞാൽ കൊണ്ടുതരും. അതിനുശേഷം നമ്മൾ ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യണം. അതിനായിട്ട് മേളിൽ പോയാൽ സ്റ്റാർട്ട് ചെയ്ത് അതേ കമാൻഡിൽ ചെന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ശേഷം നമുക്ക് അത് ചെയ്യുക. ഇതിനകത്ത് നമുക്കൊന്നും സബ്മിറ്റ് ചെയ്യാനില്ല. സോ ജസ്റ്റ് ഇത്രയും ചെയ്താൽ മാത്രം മതി. റൺ ആയിട്ടുണ്ട്. കമാൻഡ് റൺ ചെയ്തു, ഔട്ട്പുട്ടും കിട്ടി. കമാൻഡ് റൺ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തൊന്നും സബ്മിറ്റ് ചെയ്യാനില്ല. ജസ്റ്റ് നിങ്ങൾ റൺ ചെയ്യുക. സേവ് വേർഷൻ ഞെക്കി വേണമെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം. എന്തെങ്കിലും പേര് കൊടുക്കുക, അത്രേ ഉള്ളൂ.